ഹലോ മക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയുടെ കമൻറ്റ് കണ്ടതാണ്. ഞങ്ങളാണോ പരീക്ഷണ വസ്തുക്കൾ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ഞങ്ങളാണോ എക്സ്പെരിമെൻ്റൽ ബാച്ച് എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ സീനിയേഴ്സ്, നിങ്ങളിപ്പോൾ 9 നിന്ന് 10ലേക്ക് പോകുന്ന കുട്ടികളാണ്, നിങ്ങളുടെ സീനിയേഴ്സ് അല്ലെ ശരിക്കത്തെ എക്സ്പെരിമെൻ്റൽ ബാച്ച് എന്ന് കുറേ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കിട്ടിയ ഒരു എക്സെപ്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം സൂക്ഷിച്ച് കേട്ടോ, കാരണം ഇത് നിങ്ങളുടെ SSLC ലൈഫ് അതേപോലെ ബാക്കിയുള്ള ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം, ഹെൽപ്പല്ല വളരെയായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇത് കണ്ടാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മക്കളെ, നിങ്ങൾ 7ാം ക്ലാസ്സിലായിരുന്നപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ സിലബസ് മാറി ഇല്ലേ? നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ സിലബസ് മാറി. നിങ്ങൾ 8ാം ക്ലാസ്സിലായപ്പോൾ നിങ്ങൾ പുതിയ സിലബസ് പഠിച്ചു, അപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ സിലബസ് മാറി. നിങ്ങൾ 9ാം ക്ലാസ്സിലായിരുന്നപ്പോൾ SLCയുടെ സിലബസ് 9 വർഷം മാറി. അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഫ്രഷ് സിലബസ് കിട്ടുന്നത്, പുതിയ സിലബസ് കിട്ടുന്നത്, പക്ഷേ ഒരു വർഷം ഡിലേ അല്ലേ? നിങ്ങൾ അടുത്ത വർഷം SLC എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ സിലബസ് ന്യൂ സിലബസ് ആണ്, പക്ഷേ ന്യൂ സിലബസ് 1 ഇയർ ഓൾഡാണ്. 1 ഇയർ, ഒരു വർഷം അവർ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞു. 1 ഇയർ ഓൾഡ് അല്ലേ? ഇപ്പോഴത്തെ SLC ബാച്ചിൽ അവർ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ 9ലും 8ലും 7ലൊക്കെ നിങ്ങൾ ഒരു വർഷം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ സിലബസ് ആണ് നിങ്ങൾ എക്സ്പെരിമെന്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷണ വസ്തുക്കളല്ല, നിങ്ങളുടെ സീനിയേഴ്സ് ആണ്. പക്ഷെ അവർക്കൊരു എക്സെപ്ഷൻ ഉണ്ട്. എടോ, ഈ പാറ്റേൺ 11ലും 12ലേക്ക് മാറുന്നുണ്ട്. 11ലും 12ലും സിലബസ് മാറുന്നുള്ളൊരു റൂമർ ഉണ്ട്. ഒഫീഷ്യലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതല്ല നമ്മുടെ വിഷയം. SSLCയിൽ ഇവർക്ക് കിട്ടിയ ഒരു എക്സെപ്ഷൻ നിങ്ങൾക്ക് കിട്ടൂല. എന്തുകൊണ്ടാണ് മക്കളെ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ SSLC റിയാലിറ്റി ഈസ് ഗോയിങ് ടു ബി ടഫർ. നിങ്ങളുടെ സീനിയേഴ്സിനെക്കാളും ടഫർ ആവാൻ പോവുക. കാരണം എന്താണ്? നിങ്ങളൊന്ന് സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. സിലബസ് മാറി അല്ലേ? സിലബസ് മാറി, പാറ്റേൺ മാറി. ഓക്കെ, ന്യൂ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ന്യൂ സിലബസ് ആണ്. അപ്പോൾ അവർക്ക് എപ്പോഴും എന്താണ്? ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട്. ആർക്ക്? നിങ്ങൾക്കില്ലാത്തൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവും. ആലോചിച്ച് നോക്കുക. ഇവിടെ പുതിയ സിലബസ് ആണ്, പുതിയ വർഷമാണ്, പുതിയ പാറ്റേൺ ആണ്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ വർഷത്തെ റിസൾട്ട് അത്ര മോശം ആവരുന്നുണ്ടാവും. ടീച്ചേഴ്സിന് ഒരു പുതിയ സിലബസ് ആണ്, കുട്ടികൾക്കും പുതിയ സിലബസ്. അപ്പോൾ ചാടി കയറിയിട്ട് പേപ്പർ വാല്യൂഷൻ കുറച്ചൊക്കെ ഈസിയർ ആയിരിക്കും. കുറച്ചും കൂടി എന്താണ്, ടഫ് പേപ്പർ ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ ടീച്ചേഴ്സ് പറയാണ് SLC പേപ്പർ ഓവർ ടഫ് ഒന്നും ആയിട്ടില്ല, മീഡിയം ലെവൽ ഡിഫിക്കൽട്ടി, പക്ഷെ ടഫ് ആക്കുമെന്ന് പറഞ്ഞു ന്യൂസിലൊക്കെ, പാറ്റേൺ മൊത്തം മാറ്റുമെന്ന് പറഞ്ഞു. അത്രയും ഭയങ്കര വ്യത്യാസം വന്നില്ല. അത് എപ്പോഴാണ് വരാമെന്ന്? നിങ്ങളുടെ ബാച്ചിനാണ്. ഓക്കെ, നിങ്ങളുടെ ബാച്ചിന് അത് എന്താണെങ്കിലും ഒരു വർഷം എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞു. അവർ മോഡൽ പേപ്പേഴ്സ് ഇറക്കി, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇറക്കി, അവർ വൃത്തിക്ക് നടത്തി SLC. ഇനി നിങ്ങളുടെയിലാണ് അവർ ടഫ് ആക്കാൻ പോകുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മോശം കാര്യങ്ങൾ മാത്രമല്ല, നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളായിട്ട് കേട്ടോ. സിലബസ് ചേഞ്ചും പാറ്റേണും ഫൈനലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വർഷം. ഓക്കെ, കഴിഞ്ഞ വർഷം ആയി എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഫൈനലി പ്രോപ്പറായിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വർഷത്തെ. കാരണം കഴിഞ്ഞ വർഷം വലിയ ഡിസാസ്റ്റർ ഒന്നും നടന്നില്ല, കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റി, അവർ പുതിയൊരു അഡാപ്റ്റേഷനിലാണ്. അപ്പോൾ അതൊക്കെ ഓക്കെ ആയി, ഫ്ലോ ആയി. ഇനി നിങ്ങളിൽ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും, ലെവൽ കൂട്ടും. ശരിക്കും ടഫ് ആക്കേണ്ടത് നിങ്ങളുടെ വർഷം. അപ്പോൾ നിങ്ങളത് ഫേസ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം മക്കളെ, ഈ സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ +1 +2 എത്തുമ്പോൾ, ഞങ്ങൾ വെറുതെ പറയില്ല, +1 +2 നിങ്ങൾ കണ്ടു നോക്കുക, പേപ്പർ കുറച്ച് ടഫാണ്, ഒരു തരി ടഫാണ്. നിങ്ങൾ +1 +2 ചാനൽ പോയി നോക്കിയാൽ ഞങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത്. പേപ്പർ എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലെല്ലാം എല്ലാ ലൈവിലും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ +1 +2 എത്തുമ്പോൾ, 10th ഒക്കെ ഭയങ്കര ഈസി ആയതുകൊണ്ട് +1 +2 എത്തുമ്പോൾ അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം +1 +2 നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യുന്നത്? NCERT സിലബസാണ്. NCERT എന്ന് പറഞ്ഞാൽ CBSE കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ ഈസിയർ എക്സാം എഴുതി 10 വരെ വന്നിട്ട് +1 +2 എത്തുമ്പോൾ എന്താണ്? അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അവർ എന്താണ് സ്റ്റാൻഡേർഡ് കൂട്ടാൻ നോക്കുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് കൂട്ടാൻ എന്ത് ചെയ്യണം? +1 +2 നന്നായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞ കാര്യമുണ്ട് ഇല്ല, 10ലും 9ലും ഒക്കെ എക്സാം ടഫ് ആക്കി കൊണ്ടുവരും. അതിനാണ് ടഫാക്കും പേപ്പർ, നിങ്ങൾ ടഫാക്കും. കാരണം CBSE കുട്ടികളെക്കാളും നിങ്ങൾ ഒരിക്കലും പുറകിലാവരുന്നൊരു ഒബ്ജക്റ്റീവ് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, +1 +2 എത്തുമ്പോൾ സ്റ്റേറ്റ് സിലബസ് എന്ന കുട്ടികൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവരുത്. അപ്പം എക്സാം ടഫാക്കും. അപ്പോൾ +1 +2 നിങ്ങൾ CBSE ലെവൽ പഠിക്കുന്നുണ്ട്. CBSE ലെവൽ എക്സാം അല്ല, CBSE ലെവൽ ബുക്ക് മാത്രമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ലെവൽ കൂട്ടണം. അതിന് വേണ്ടി 9ലും 10ലും അവർ ലെവൽ കൂട്ടും, ടഫാക്കും. എന്നാലേ നിങ്ങൾ പഠിച്ചു തുടങ്ങുള്ളൂ, എന്നാലേ നിങ്ങൾ ആ ലെവൽ ഓഫ് പ്രാക്ടീസ് എത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇവാലുവേഷൻ ഈ വർഷം ലീനിയൻ്റ് ആകാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ SSLC ആകുമ്പോഴത്തേക്ക് ലീനിയൻ്റ് ആവില്ല. കാരണം എന്താണ്? ആ കറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്കൊരു കൺസിഡറേഷൻ ഇല്ല. കാരണം അവരെ പറഞ്ഞേ തരില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് ഈ വർഷത്തെ 2025 എത്ര പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടി? ഓണം പേപ്പർ, PYQs പറയുന്നത്. ഓണം കിട്ടി, ക്രിസ്മസ് കിട്ടി, മോഡൽ കിട്ടി. ഓക്കെ, പിന്നെ മാർച്ചിലെ പബ്ലിക് എക്സാം പേപ്പർ കിട്ടി. ഓക്കെ, ഇപ്പോൾ എത്ര പേപ്പർ? 1 2 3 4 പേപ്പേഴ്സ് കിട്ടി. പ്ലസ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടാണ് 3 എന്താണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കിട്ടി. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഫൈനൽ എക്സാം എഴുതുമ്പോഴത്തേക്കും, നിങ്ങൾ ഫൈനൽ എക്സാം ഇപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ എത്ര പേപ്പർ ഉണ്ട്? 7 പേപ്പേഴ്സ് ഉണ്ട്. 7 പേപ്പേഴ്സ്
നിങ്ങളുടെ കയ്യിൽ റെഫറൻസ് ആയിട്ട് PYQs ആയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല പേപ്പേഴ്സാണ്, നല്ല റെഫർ ചെയ്യാൻ പറ്റിയ പേപ്പറാണ്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? നിങ്ങൾക്ക് ഓണം കിട്ടും, ക്രിസ്മസ് കിട്ടും, മോഡൽ കിട്ടും, പബ്ലിക് കൂട്ടാൻ പറ്റില്ല കാരണം നിങ്ങൾ എഴുതാൻ പോകുന്നത്. പ്ലസ് 3 സാമ്പിൾ ഉണ്ടെങ്കിൽ എന്താ, ഇവിടെ 3 ഇവിടെ 3 6, അപ്പോൾ 13 പേപ്പർ ഉണ്ടാവും നിങ്ങൾ പബ്ലിക് എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക. 13 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ അത്രയും PYQ കിട്ടും. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പുതിയ സിലബസിലെ പുതിയ കുട്ടികളല്ല. നിങ്ങൾക്കൊരു സിലബസ് ഉണ്ട്, അതിൻ്റെ ആവശ്യത്തിന് PYQs ഉണ്ട്. നിങ്ങൾക്ക് ഇവാലുവേഷൻ ആരും സോഫ്റ്റ് കോർണർ തന്നിട്ട് തരാൻ പോകുന്നില്ല. അപ്പം ഇവാലുവേഷൻ സിമ്പിൾ ആയിരിക്കില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഒരു എക്സാം ഓവർ ഈസി ആവുകയാണെങ്കിൽ, ഇൻ കേസ് എക്സാം ഓവർ ഈസി ആവണമെങ്കിൽ ഈ A+ ഒരു പോയിന്റും ഇല്ല. ഈ ഫുൾ A+ കിട്ടിയോണ്ട് ഒരു കാര്യമില്ല മക്കളെ. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കാണാത്തൊരു റിയാലിറ്റി ഉണ്ട്. A+ വാരിക്കോരി ഈസി ആയിട്ട് കൊടുക്കുമ്പോൾ പ്രശ്നം എന്താ അറിയോ, ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് ഇഷ്ടമുള്ള സ്കൂളും ഇഷ്ടമുള്ള കോഴ്സും സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, അത്രയും കുട്ടികൾക്ക് ഫുൾ A+ കിട്ടി, സീറ്റുകളില്ല. അപ്പോൾ ഫുൾ A+ ചാടിക്കറി വാരി കൊടുക്കാൻ ആരും പോകുന്നില്ല. അപ്പോൾ ഈസി ആയാൽ നിങ്ങൾക്കും കാര്യമില്ല, ആർക്കും കാര്യമില്ല, അതിനൊരു വില ഉണ്ടാവില്ല. അതാണ് എല്ലാവർക്കും അപ്പുറത്തുള്ള കുട്ടിയിട്ട് ഇപ്പുറത്തുള്ള കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും കിട്ടിയ ഫുൾ A+, അപ്പോൾ ഒരു വില ഉണ്ടാവില്ല. അതെന്താണെങ്കിലും കുറയാൻ പോകുന്നുണ്ട്. ഇനി എക്സാം ടഫ് ആണെങ്കിൽ ഈ 2-3 ദിവസത്തെ ലൈവ് കൊണ്ട് മാത്രം കാര്യമില്ല. എല്ലാവരും വിചാരമുണ്ട് എന്താണ്, എക്സാമിൻ്റെ തലേന്നുള്ള 2-3 ദിവസം ലൈവ് കണ്ടാൽ എന്താണ് ഫുൾ മാർക്ക് കിട്ടും. കാരണം എന്താ, നിങ്ങൾ എക്സാമിനർ തന്നെ ആൻസർ കീ നോക്കി നോക്ക്. അവിടെ കഴിഞ്ഞ 2-3 ദിവസം ലൈവ് കണ്ടിട്ട് ആൻസർ കീ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. കാരണം എന്താണ്, നിങ്ങൾ മാർക്സ് നോക്കിയോ, വിത്ത് പ്രൂഫ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഓൾമോസ്റ്റ് 90% ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്. 90% കാട്ടും, ഓണസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് വന്നില്ല, ഇത് വന്നു, എല്ലാം സ്ക്രീൻഷോട്ട് അടക്കം കാണിക്കുന്നുണ്ട്. പക്ഷേ പേപ്പർ ടഫ് ആവണമെങ്കിൽ ഇതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. 2 ദിവസം 3 ദിവസം ഒരു വർഷത്തിൽ പഠിക്കാനുള്ള സാധനം 2 ദിവസത്തെ ലൈവ് കണ്ടിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല. ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ, ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചൊരു കുട്ടിയാണെങ്കിലേ ഇത് ഫൈനൽ എക്സാം എഴുതി തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, തലേ ദിവസം പഠിച്ചിട്ട് അടുത്ത ദിവസം റെപ്ലിക്കേറ്റ് ചെയ്യാമെന്ന റോബോട്ട് അല്ല നിങ്ങളും ഞങ്ങളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം മുതലേ പഠിക്കുക. തലേ ദിവസം ലൈവുകൾ മാത്രമായിരിക്കും ആശ്രയിക്കുന്നത്. ഓക്കെ, 90% മേലെ ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും പഠിപ്പിച്ചിരിക്കും. പക്ഷേ 2-3 ദിവസത്തെ ലൈവ് മാത്രം കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല. അതായിരിക്കും പറ്റാൻ പോകുന്നത്, കാരണം ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്, പഠിക്കുന്നവർക്ക് ഇതൊക്കെ നല്ലതാണ്. നേരത്തെ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇതൊക്കെ നല്ലതാണ്. കാരണം എന്താണ്, അവർക്ക് A+ കഷ്ടപ്പെട്ട് കിട്ടുന്ന A+ അവർക്ക് ഒരു വിലയുണ്ടാവും. എല്ലാവർക്കും A+ ഉണ്ടാവില്ല. ഇവർ 2-3 ദിവസം മാത്രമല്ല പഠിക്കാൻ പോകുന്നത്, ആദ്യം മുതൽ പഠിക്കാൻ പോകുന്ന. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്ത് വേണം ആയിക്കോട്ടെ, SSLC ഈസ് ഗോയിങ് ടു ബി ടഫ്. SSLCന്ന് തന്നെ ഒരു പൊതുവെ ഒരു നാട്ടിലേക്ക് ഒരു പ്രഷർ ഉണ്ടാവും നിങ്ങൾക്ക്. അതും ഉണ്ടാവും. നിങ്ങളാണ് ശരിക്കും പറയുക എക്സ്പെരിമെൻ്റൽ ബാച്ച് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ. ഓക്കെ, കാരണം നിങ്ങൾക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവില്ല, എക്സെപ്ഷൻ ഉണ്ടാവില്ല, ഇവാലുവേഷൻ ലീനിയൻ്റ് ആയിരിക്കില്ല, ആവശ്യത്തിന് PYQs ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ആദ്യം മുതൽ പഠിക്കും. ഏത് രീതി വേണം പഠിച്ചോ, നിങ്ങൾ ട്യൂഷനിൽ പോയിട്ട് പഠിച്ചോ, സ്കൂളിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചോ, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി നന്നായിട്ട് ചെയ്തോ. പക്ഷേ ആദ്യം മുതൽ പഠിക്കുക, കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് എക്സാമിനർ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ് ഇഷ്ടപ്പെട്ടു, എക്സാമിനറുടെ കൂടെ ആദ്യം പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ. മക്കളെ, കേരളത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഓരോ വർഷവും ഫുൾ A+ മേടിക്കുന്നുണ്ട് ഫ്രം സ്റ്റാർട്ടിങ് പഠിച്ചിട്ട്. ഓക്കെ, ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിന് അടുത്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഏറ്റവും അഫോർഡബിൾ അല്ലെ, ഫീസെല്ലാം നോക്ക് മക്കളെ. 4990 കേരളത്തിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്ന ഒരു ബാച്ച് നിങ്ങൾക്ക് കിട്ടൂല. എന്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുതരാം. ലൈവ് ക്ലാസ്സും റെക്കോർഡർ ക്ലാസ്സും കിട്ടും. ഓക്കെ, PDF ഓരോ ക്ലാസ്സിനും നോട്ട്സ് കിട്ടും, PDF നോട്ട്സ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസിനായി വർക്ക് ഷീറ്റ്സ് കിട്ടും, ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും, ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാംസ് ഉണ്ടാവും. ഇത് പോരാതെ ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മക്കളെ 9 സബ്ജക്ട്സിൻ്റെ ഫുൾ ബുക്സ് ഉണ്ട്. 1200 രൂപ വരുന്ന MRP ഉള്ള ബുക്സാണ്. അത് നിങ്ങൾക്ക് ഈ ബാച്ചിനുള്ളിൽ എക്സ്ട്രാ പൈസ കൊടുക്കാതെ കിട്ടും. ഇത് PDF അല്ല, ബുക്കായിട്ട് വീട്ടിൽ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അത് ഉപയോഗിച്ച് പഠിക്കുക. അതിൽ നോട്ട്സ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി അതുപോലെ 3000+ ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അതും എക്സ്ട്രാ പൈസ കൊടുത്തിട്ടല്ല, ഈ പ്ലസ്സിലുണ്ട്. ബേസിക്കിൽ ഉണ്ടാവില്ല, പ്ലസ്സിൽ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഇത് ഈ ബുക്സൊക്കെ, ഈ 9 ബുക്കും ഇതും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്താൽ എല്ലാം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഫുൾ A+ ഉറപ്പാണ്. ഇനി അതും പോരാതെ നിങ്ങൾക്ക് SSLC റിവിഷൻ ബാച്ച് ഉണ്ട്. നമ്മൾ അവസാനം നടത്തുന്ന റിവിഷൻ ബാച്ച് ഉണ്ട്. അതിൻ്റെ ഫീസ് എല്ലാ വർഷവും 2000 തന്നെയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ നോക്കിയാൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് വെച്ചൊക്കെ 2000 rupees വരുന്ന റിവിഷൻ ബാച്ച്, റിവിഷൻ ക്ലാസ്സും ക്വസ്റ്റ്യൻസും PYQs ഒക്കെ ഉള്ള ആ ബാച്ചും നിങ്ങൾക്ക് ഈ 4990 എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇത് ഇപ്പം മാത്രമുള്ള ഓഫർ ഫീ ആണ്. ശരിക്കും 8990 ആണ് നമ്മൾ പ്ലസ് വേർഷൻ ചോദിക്കുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് സ്പെഷ്യൽ ഫീസാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, വേഗം തന്നെ ജോയിൻ ചെയ്തോ. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും. നിങ്ങൾ ആദ്യം മുതൽ പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് എഴുതി തരാൻ പറ്റും. ഫുൾ A+ ഉറപ്പിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് രീതിയാണ്. ഓക്കെ, ജോയിൻ ചെയ്യേണ്ടവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യാം, പഠിക്കാം. നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഒന്ന് ടേക്ക് അവേ ചെയ്യേണ്ടത്.
നിങ്ങളുടെ SSLC ജേർണി ഈസി ആവാൻ പോകുന്നില്ല. ആദ്യം മുതൽ പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് A+ കിട്ടും. അവസാനം പഠിക്കുകയാണെങ്കിൽ A+ കിട്ടുമെന്ന് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് മാത്രം പഠിച്ചുകൊണ്ട് A+ കിട്ടുമോ? കിട്ടൂല. അതാണ് റിയാലിറ്റി. അപ്പം ഈ വീഡിയോ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, പേരൻസിനെ കാണിക്കുക. ആദ്യം മുതൽ കുറച്ചിങ്ങനെ പഠിക്കാൻ തുടങ്ങുക. എക്സാമിനറിൻ്റെ കൂടെ ആണെങ്കിൽ ലക്ഷ്യ ബാച്ചിൻ്റെ ഓഫർ ഉണ്ട്. വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ടാറ്റ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.